അപ്പോൾ ടൈറ്റിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 9 ലക്ഷം രൂപ. സംഭവം മേപ്പാടി ടൗണിൻ്റെ 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. വെറും 4.5 കിലോമീറ്റർ പോയാൽ മതി. അതിലേതാണ്ട് ഒരു 1 കിലോമീറ്റർ സോളിംഗ് റോഡാണ്. ഓഫ് റോഡൊന്നല്ല കേട്ടോ. വേനൽക്കാലത്ത് എല്ലാ വണ്ടിയും പോവും, മഴക്കാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. വേനൽക്കാലത്ത് എല്ലാ വലിയ വണ്ടിയും പോവും. ബാക്കിയുള്ള സംഭവം നിങ്ങൾ കാണുക, താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഏക്കറിന് 9 ലക്ഷം രൂപയാണ്. ടോട്ടൽ 10 ഏക്കർ സ്ഥലമുണ്ട്, ഒറ്റ പ്ലോട്ടാണ്. വെള്ളത്തിന് സൗകര്യമുണ്ട്, വഴി സൗകര്യമുണ്ട്, കറണ്ട് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ല ലാൻഡാണ്. ബാക്കി നിങ്ങൾ കാണും. നമ്മൾ സ്ഥലത്തേക്ക് പോകുന്ന വഴി കേട്ടോ ഇത്. ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ റോഡിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭൂപ്രകൃതി എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ മേപ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ പോന്നിട്ടാണ് ഈ റോട്ടിലുള്ളത്. കടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത്. കടൂർ എളമ്പിലേരിയൊക്കെ ഇവിടെ അടുത്താണ്. ആ റോഡ് പഞ്ചായത്ത് റോഡ് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കോൺക്രീറ്റ് റോഡാണ്. ടോട്ടലി നമ്മൾ 4.5 കിലോമീറ്ററാണ് മേപ്പാടി ടൗണിൽ നിന്ന് ലാൻഡിലേക്കുള്ളത്. അതിൽ പഞ്ചായത്ത് റോഡുണ്ട്, ഇതേമാതിരി കോൺക്രീറ്റ് റോഡുണ്ട്, പിന്നെ കല്ലിട്ട റോഡുണ്ട്. കല്ലിട്ട റോഡ് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ചിലപ്പം 4 വീലിൻ്റെ സഹായമൊക്കെ വേണ്ടി വരും. ബാക്കിയുള്ള സമയത്ത് നമുക്ക് നോർമൽ എല്ലാ വണ്ടിയും അവിടെ എത്തും. മഴക്കാലത്ത് തന്നെ ഹൈറ്റ് കൂടിയ വണ്ടീൻ്റെ കയറിപ്പോവും. എല്ലായിടത്തൊന്നും 4 വീലിൻ്റെ ആവശ്യം വരില്ല. 1-2 ചെറിയ സ്ഥലങ്ങളിൽ മാത്രം. ഭയങ്കര ഭംഗിയുള്ളൊരു ഭൂപ്രകൃതിയാണ്. തോട്ടങ്ങളാണ് ഈ ഭാഗത്ത് കൂടുതലുള്ളത്. തോട്ടങ്ങൾ പറഞ്ഞാൽ വലിയ വലിയ തോട്ടങ്ങളാണ്. 50 ഏക്കർ 100 ഏക്കർ ആ റേഞ്ചിലുള്ള തോട്ടങ്ങളാണ്. ഫോറസ്റ്റ് അടുത്തുണ്ട്. ഏലം പ്ലാന്റേഷൻസ് ഉണ്ട്, കോഫി ഉണ്ട്. കോഫിയൊക്കെ ചില സ്ഥലങ്ങളിൽ പുതിയ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഏരിയകളാണ്. പിന്നെ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതാണ്. റിസോർട്ടുകളുണ്ട് കേട്ടോ, ഈ വഴിക്ക് റിസോർട്ടുകളുണ്ട്. പൊതുവേ കാര്യമായിട്ട് പെർമിഷനൊന്നും കിട്ടാറില്ല ഇവിടെ, കാരണം തോട്ടഭൂമികളാണ് കൂടുതലും. നമ്മളിന്ന് കാണാൻ പോകുന്നതും തോട്ടഭൂമിയാണ്. പക്ഷേ ചെറിയ ഇളവുകളൊക്കെ ഉണ്ട് തോട്ടഭൂമിക്ക്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഭൂമിയിലും നമുക്ക് ആ ഒരു സംവിധാനം കൂടെ ചെയ്യാം. മെയിനായിട്ട് കൃഷി നോക്കാം, സൈഡായിട്ട് ചെറിയ ഇളവൊക്കെ കിട്ടും. ആ ഇളവിൽ നമുക്ക് ചെറിയ റിസോർട്ടോ അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ, ഫാം ഹൗസൊക്കെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം ജനവാസമൊക്കെ ഉള്ള ഏരിയ ആണ്. നമ്മൾ ഈ ഒരു റോഡിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അതായത് വലിയ വലിയ തോട്ടങ്ങൾ ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണ്. അതിലാണ് നമ്മൾ ഈ 10 ഏക്കർ ഉള്ളത്. നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട്, പെർമിഷൻ ഉണ്ട്. കംപ്ലീറ്റ് ഓഫ് റോഡിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഒരു ടൈമിൽ അലമ്പായതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ്. അത് നമുക്ക് ഒരു കണക്കിന് നല്ലതുമാണ്. നമ്മൾ ഈ ലാൻഡ് എടുക്കുകയാണെങ്കിൽ പെർമിഷൻ ഇല്ലാതെ ഒരാൾ പോലും നമ്മൾ ഈ ലാൻഡിലോട്ട് കയറില്ല. നമ്മൾ ഏതാണ്ട് എത്താനായി ആ ഒരു സമയം വരുമ്പോഴുള്ള റോഡാണ് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട്. വലുതും ചെറുതുമായ ഒരുപാട് റിസോർട്ടുകൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്. ഭംഗി എന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയാട്ടോ. നമ്മൾ അതായത് ചെമ്പ്രയുടെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെമ്പ്ര മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ പച്ചയ്ക്ക് പറയാം. ചെമ്പ്ര മലയിൻ്റെ ഒരു താഴ്വാരത്ത്. ചെമ്പ്ര മല വളരെ ക്ലോസറാണ്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ചെറുതല്ല, അത്യാവശ്യം മോശമില്ലാത്ത വലിയൊരു റിസോർട്ട്. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ളതാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇത് കേട്ടോ. അതിന് എന്തൊരു പേരുണ്ട്, മോശമില്ലാത്ത ഫേമസ് ആണത്. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. നമ്മളിപ്പം ലാൻഡ് ഏതാണ്ട് എത്താനായിട്ടുണ്ട്, തൊട്ടടുത്താണ് ലാൻഡ്. ഇപ്പം നമ്മൾ ലാൻഡിലാണ് നിൽക്കുന്നത്. അതായത് എൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഭാഗം മുതൽ നമ്മളെ ലാൻഡ് തുടങ്ങുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏതാണ്ട് ഒരു 10-20 ഏക്കറിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു റോഡാണ്. ഇതൊക്കെ പൊതുവഴി കേട്ടോ, റോഡ് പൊതുവഴിയാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു തോടുണ്ട്, ഈ തോടിൻ്റെ ഇടത് സൈഡ്, അതായത് ഇപ്പം എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ നിന്നാണ് ഈ ലാൻഡ് തുടങ്ങുന്നത്. ഇതിലേക്ക് നിലവിൽ റോഡ് വെട്ടിയിട്ടില്ല കേട്ടോ ഈ 10 ഏക്കറിൽ. പക്ഷേ ഈ റോഡിൻ്റെ അടുത്ത് വരെ ലാൻഡ് ഉണ്ട്. പിന്നെ കറണ്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, കറണ്ടിൻ്റെ സൗകര്യമുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇവിടെ മലവെള്ളമാണ് ഉപയോഗിക്കുന്നത്. മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. നമ്മളിപ്പോൾ കാണുന്ന ലാൻഡാണ് കേട്ടോ. എൻ്റെ ഇടത് സൈഡിൽ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ലാൻഡാണ്.
ഇത് നടുക്കൂടെ ഒരു ചെറിയ വഴി നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ചുരുളി സിനിമയിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു ചെറിയൊരു ഇടവഴി കേട്ടോ ഇത്. ഇതിലിപ്പം എൻ്റെ വലത് സൈഡ്, ഇടത് സൈഡിലുള്ള വേറെയാണ് കേട്ടോ. ഈ നമ്മൾ ഈ 10 ചില്ലറയും വരുന്നുണ്ട്. അതിൽ കുറച്ച് ഏലമുണ്ട് കേട്ടോ, 1-2 ഏക്കർ ഏലമുണ്ട്. ബാക്കി കംപ്ലീറ്റ് കാലിയായിട്ട് കിടക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം കുറേ ഏലം ഉണ്ടായിരുന്നു, പിന്നെ അത് ഒഴിവായിപ്പോയി. ഇപ്പം നിലവിൽ നമുക്ക് പുതിയ പ്ലാന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോഫി ചെയ്യാം, ഏലം ചെയ്യാം, തേയില ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും അഗ്രികൾച്ചറായിട്ട് നമുക്ക് എന്തും ചെയ്യാം. പിന്നെ നമുക്ക് ടൂറിസം ബേസ് ചെയ്തിട്ട് ചെറിയ തോതിൽ വൻ നിർമ്മാണമൊന്നും ഈ ഭാഗത്ത് നടക്കില്ല, ഞാൻ തുറന്നു പറയുകയാണ്. ആ ഒരു പ്രതീക്ഷയിൽ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ നല്ല ചെറുതായിട്ട് ചെയ്താൽ ഇവിടെ നല്ല വരുമാനമായിരിക്കും. ഇത് ശരിക്ക് ഈ 10 ഏക്കർ എന്ന് പറയുന്ന ചെറിയൊരു മലയാണ്, ചെരുവുള്ള ലാൻഡാണ്. എന്നാൽ ഭീകരമായ ചെരുവൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ചെരുവുള്ള സ്ഥലത്ത് ഞാൻ കയറുന്നുണ്ട്. അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾ കാണും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുത്തനെയുള്ള ഭാഗത്ത് ഞാനൊന്ന് ജസ്റ്റ് കയറിയിട്ട് ആ ഒരു ഭൂമീൻ്റെ ഒരു കിടപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വലത് സൈഡിൽ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, ഇവിടെയൊക്കെ ഒരു നോർമൽ ഏരിയകളാണ്. ഈ വഴി ഇങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ ഇടത്തും വലത്തും ഒക്കെ ആയിട്ട് വൻകിട തോട്ടങ്ങളാണ്. ഈ വഴി കോമണാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ നടവഴി കേട്ടോ, വണ്ടിയൊന്നും വരുന്ന വഴിയല്ല. നമുക്ക് വണ്ടി വേണമെങ്കിൽ നമ്മളെ പറമ്പ് കൂടെ റോഡ് വെട്ടി മേലെ വരെ വണ്ടി എത്തിക്കാൻ നമുക്കത് റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അതിരാട്ടോ, ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഫോറസ്റ്റാണ്. ഈ അതിരിൽ ഭയങ്കര ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗികളാണ്. പിന്നെ ആന, കരടി, പോത്ത്, പുലി, കടുവ എല്ലാം ഉള്ള ഏരിയ കേട്ടോ. ഇവരൊക്കെ കംപ്ലീറ്റ് ഫെൻസിങ് ചെയ്തുകൊണ്ട് പറമ്പിലേക്കൊന്നും കയറില്ല. പക്ഷേ കമൻറ്റിൽ ചോദിക്കണ്ട, എല്ലാം ഉള്ള ഏരിയ ആണ്. വയനാട്ടിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ടോ അതൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഈ ലാൻഡ് എടുക്കാൻ വന്നാൽ മതി. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചെരുവുള്ള ഭാഗത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയത്താട്ടോ വന്നത്, നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് പരിധിയുണ്ട്, കാരണം പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ മാക്സിമം എടുത്താണ്. ഇത് നല്ല ചെരുവുള്ളൊരു ഭാഗം കേട്ടോ ഈ ലാൻഡിൻ്റെ. അത് കുറച്ചങ്ങോട്ട് കയറാം. ഇതിൽ നമുക്ക് ട്രെക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ കൺസ്ട്രക്ഷനൊന്നും വരുന്നില്ലല്ലോ. ട്രെക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് ഇൻകം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു വ്യൂ ആട്ടോ, നമ്മൾ ലാൻഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. ചെമ്പ്രമലേൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി ഇവിടെ ഉണ്ട്. ഇത് താഴോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മളെ ലാൻഡാണ്. ഇതിൻ്റെ ഒരു പകുതി ദൂരം ഞാൻ കയറിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഞാൻ ഫുള്ളായിട്ട് കയറിയിട്ടില്ല, ഏറ്റവും ടോപ്പ് വരെ കയറിയിട്ടില്ല. ഇതിൽ റോഡൊന്നും വെട്ടാത്തതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെ കയറി പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ലാൻഡ് വരുന്നത്. ഏതാണ്ട് 2 ഏക്കറോളം ഞാൻ പറഞ്ഞ മാതിരി ഏലാണ്. പിന്നെ പട്ടയഭൂമി തന്നെയാണ് കേട്ടോ, പട്ടയഭൂമിയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെമ്പ്ര കേട്ടോ. ചെമ്പ്രേൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം കേട്ടോ, വളരെ അടുത്താട്ടോ, നമ്മളെ പറമ്പിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഒരു ഭാഗം. നമ്മൾ റോട്ടിൽ നിന്നൊക്കെ കാണുന്ന ആ ഒരു ഏറ്റവും ടോപ്പ് ഭാഗം അത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭൂമിയുള്ളത്. 10 ഏക്കർ 10 ചില്ലറയും വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, റോഡ് സൗകര്യമുണ്ട്. നമുക്ക് അഗ്രികൾച്ചർ പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് ലാൻഡാണ്. ഇനി അല്ല, ചെറുതായിട്ട് നമുക്ക് ടൂറിസം ബേസ് ചെയ്ത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാൻഡാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വിളിക്കുക. നിങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുക, നേരത്തെ പറഞ്ഞ് പെർമിഷനൊക്കെ എടുത്ത് പോകണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.